ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖം കാണണമെങ്കിൽ ആ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തിയതിൻ്റെ പുറകുവശം ഒന്ന് നോക്കിയാൽ മതി. ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖമായ ഈ ബസ് സ്റ്റാൻഡിൽ കാണുന്ന മൂത്രപ്പുര, അതായത് ശൗചാലയം, ഒരു ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ പ്രദേശത്തെ ശൗചാലയങ്ങൾ. കാരണം ഇന്ന് അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി പറയുന്ന സ്വച്ഛ് ഭാരത്, ഇവിടെ മൊത്തം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കുന്നു. പണ്ടൊക്കെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നാട്ടിലെ മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങളും, അതുമാതിരി റോഡുകളുടെ സൈഡിലുള്ള കാട് മുഴക്കെ വെട്ടിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കൽ പഞ്ചായത്ത് ശുചീകരിക്കും. ഇവിടെ അത് പോയിട്ട് ആ പന്തലിട്ടതിൻ്റെ ബാക്കിൽ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൃശ്യമാധ്യമക്കാരോട് ഞാൻ പറയുകയാണ്, ഈ പന്തലിന്റെ ബാക്കിൽ ഈ പഞ്ചായത്തിന്റെ വികസന മുഖമുണ്ട്. ഒരു കംഫർട്ട് സ്റ്റേഷൻ വർഷങ്ങൾക്ക് മുമ്പ് പണിതത്, ആ കംഫർട്ട് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കാൻ ഈ 5 വർഷമായിട്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പേര് ജോസഫ് ജോൺസൺ. ഞാൻ ഈ അന്നമനട മേഖലയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഈ ബാത്റൂമും മൂത്രപ്പുരയൊക്കെ അതിശോചനീയാവസ്ഥയിൽ കിടക്കാണ്. ഇവിടെ നന്നാക്കാനോ പിടിക്കാനോ ഒരാളിൽ അന്വേഷിക്കാനും ഒന്നൊരാളും ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഒന്ന് മൂത്രം ഒഴിക്കാനും പറ്റില്ല, ബാത്റൂമിൽ കയറാനും പറ്റില്ല. ഭയങ്കര മണവും വെള്ളമില്ല. ഇത് തുറന്നിട്ടിട്ട് ആൾക്കാർ ഉപയോഗിച്ച് ആകെ വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാൻ പോലും പറ്റില്ല. ഇവിടെ അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ കുറേ പെടുത്തി, അന്നേരം കാര്യമൊന്നും ഉണ്ടായില്ല. 2 ദിവസം ഒന്ന് ശരിയാക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ തിരയും പഴയമാതിരി തന്നെയായി. ഇപ്പോൾ പഴയതിലും ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ കിടക്കണേ. നമുക്കൊക്കെ ഒന്ന് അത്യാവശ്യം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ പോകാനുള്ളൊരു അത്യാവശ്യ സാധനമാണ്. ഇതിനെപ്പറ്റി ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. തീരുമാനം ഉണ്ടാവാതെ അന്വേഷിക്കൽ പോലും ഇല്ല, പഞ്ചായത്ത് അന്വേഷിക്കൽ പോലും ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഭയങ്കര ഒരു എതിർപ്പുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്ന് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഉപയോഗിക്കാനുള്ള ഒരു ഇതുണ്ടാക്കണമെന്ന് പറയുകയാണ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ ചാലക്കുടി അന്നമനട ബസ്സിലെ കണ്ടക്ടറാണ്. കുറച്ച് നാളായി, 10-15 കൊല്ലമായി ഞാൻ ഇവിടെ പണി തുടങ്ങിയിട്ട്, ഈ ലൈനിൽ പണി തുടങ്ങിയിട്ട്. ഇവിടെ ഒരു സൗകര്യമില്ല. ബാത്റൂമൊക്കെ എടുക്കണം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ നമ്മളിവിടെ ഡെയിലി ബസ്സിന് 10 ഉറുപ്പ്യ വെച്ച് ഒരു സ്റ്റാൻഡ് ഫീസ് മേടിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിൽ ബാക്കിയുള്ള വണ്ടികൾ വന്നിട്ട് ഞങ്ങൾക്കത് വണ്ടി ബാക്ക് എടുക്കാനോ ഒന്നിനും പറ്റണില്ല. അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ ബാത്റൂം ആകെ മോശമായി കിടക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനോ ഒന്നിനും പറ്റണില്ല. ഇവിടുത്തെ കടക്കാരും എല്ലാവർക്കും ആ ബുദ്ധിമുട്ടാണ്. കുറച്ച് നാൾ മുന്നേ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒന്നുമില്ല. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെയാണ് കേസുകൾ ഇവിടുത്തെ.